ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണത്തിലെ യുദ്ധകാന്ഡമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും കണ്ണടച്ചിരുന്ന് വേണം ഈ കഥ കേൾക്കുന്നതിനായിട്ട്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കഥ പോലെ തെളിഞ്ഞ് വരണം. ഒരു തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്കതിന് സാധിച്ചില്ല എങ്കിൽ വീണ്ടും ഒരു തവണ കൂടി കേൾക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഭഗവാന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാസ്കന്ദഷഷ്ടിയാണ് വരാൻ പോകുന്നത്. സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ സ്കന്ദപുരാണം കഥാരൂപത്തിൽ പറയുന്നത്. ശൂരപത്മാസുര വധം, അതാണ് ഈ സ്കന്ദഷഷ്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കഥ എന്ന് പറയുന്നത്. മഹാസ്കന്ദഷഷ്ടിയുടെ പിറ്റേ ദിവസം ഭഗവാന്റെ തിരുക്കല്യാണവുമാണ്. അങ്ങനെയാണ് ഐതിഹ്യം പോകുന്നത്. ഭഗവാൻ അവതരിച്ചതു തന്നെ ധർമ്മരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ശൂരപത്മാസുരനെയും കൂട്ടാളികളെയും വധിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ പുറപ്പാടാണ് ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. യുദ്ധകാന്ഡമാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. തിരുച്ചെന്തൂരിലെ പ്രഭാതം. മുരുക ദേവാലയം ഉണർന്ന് കഴിഞ്ഞു. ഭഗവാൻ എവിടെയാണ്? തിരുച്ചെന്തൂരിലെ മുരുകാലയത്തിലാണ്. പീതാംബരധാരിയായി രത്നസിംഹാസനത്തിൽ ആരൂഢനായിരുന്ന സ്കന്ദദേവൻ വീരബാഹുവിനോട് ആജ്ഞാപിക്കുന്നു. വീരബാഹു, സത്യധർമാദികൾ വെടിഞ്ഞ് ദുർഭരണം നടത്തിവരുന്ന ശൂരപത്മാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ലോക പരിപാലനം ചെയ്യുന്നതിന് നാം വീരമഹേന്ദ്രപുരിയിലേക്ക് യാത്രയാവുകയാണ്. നമ്മുടെ രഥം ഒരുങ്ങട്ടെ. ഇങ്ങനെ മുരുകദേവൻ വീരബാഹുവിനോട് ആജ്ഞാപിക്കുന്നത് കേട്ടതും ദേവന്മാർക്കെല്ലാം വളരെയധികം സന്തോഷമായി. വീരബാഹു പെട്ടെന്നു തന്നെ വായു ഭഗവാനോട് രഥം തയ്യാറാക്കുവാൻ ആവശ്യപ്പെടുന്നു. വായുദേവൻ സർവലക്ഷണങ്ങളുമുള്ള അനേകം കുതിരകളെ രഥത്തിൽ പൂട്ടി രഥം അലങ്കരിച്ച് മനോവേഗത്തിൽ തിരുസന്നിധിയിൽ രഥം എത്തിച്ചു. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു സ്കന്ദദേവൻ. സ്കന്ദദേവൻ സ്വർണപാതുകങ്ങൾ ധരിച്ച് ആ രഥത്തിൽ കയറി. തന്നെ അനുഗമിച്ചു കൊള്ളുവാൻ ഭഗവാൻ ദേവന്മാർക്ക് നിർദ്ദേശവും നൽകുന്നു. അതനുസരിച്ച് ബ്രഹ്മദേവൻ തൻ്റെ വാഹനമായ അരേന്നത്തിന്റെ പുറത്തു കയറിയും മഹാവിഷ്ണു ഗരുഡാരൂഢനായും ദേവേന്ദ്രൻ സ്വർണരഥാരൂഢനായും മറ്റുള്ള ദേവന്മാർ അവരവരുടെ വാഹനങ്ങളിലും സ്കന്ദദേവനെ അനുഗമിക്കുന്നു. നിമിഷ നേരം കൊണ്ട് സർവലോകങ്ങളെയും യുദ്ധം ചെയ്ത് കീഴടക്കുവാൻ ശക്തരായ മേഘമാലി, വജ്രൻ, ഉഗ്രൻ, ദണ്ഡൻ, ഭദ്രൻ, പുഷ്പഗന്ധരൻ, ബ്രഹ്മകേശൻ, കലിംഗൻ, ചിത്രസേനൻ, നിരുംഭൻ, അജന്തൻ, ആടകൻ, വിജയൻ, മംഗളകേശനൻ, ദണ്ഡി, കാലപാശൻ, ഭാനുനേത്രൻ, ധനഞ്ജയൻ, ശശിമുഖൻ, സുഭദ്രൻ, ഉന്മത്തൻ, നന്ദി, മനോഭവൻ, പതങ്കൻ, വായുവേഗൻ, അനിതൻ മുതലായ 108 പടനായകന്മാരും അനേക കോടി യുദ്ധവീരന്മാരും ഭൂതഗണനാഥന്മാരും ഭൂതഗണങ്ങളും ഭഗവാന്റെ പിന്നാലെ യാത്രയാകുന്നു. ആർപ്പു വിളിച്ച് ജയാരവം ഉയർത്തിക്കൊണ്ടു നീങ്ങിയ യുദ്ധഘോഷയാത്ര ത്രിലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചു. അവർ യാത്ര ചെയ്തപ്പോഴുണ്ടായ പൊടിപടലം കൊണ്ട് സൂര്യബിംബം പോലും മറഞ്ഞു. മഹാസമുദ്രത്തിലിറങ്ങിയ ഭൂതസേനകൾ കടൽ ജലം ഇളക്കി മറിച്ചുകൊണ്ട് മുന്നേറുകയാണ്.
അനുപമ നഗരമായ വീരമഹേന്ദ്രപുരി ദക്ഷിണ സാഗരത്തിലുള്ള ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. വടക്കുഭാഗത്ത് ലങ്കാദ്വീപും സ്ഥിതി ചെയ്യുന്നു. അസുരപുരിയിലേക്ക് യാത്ര തുടർന്ന സ്കന്ദദേവനോട് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇപ്രകാരം ഉണർത്തിച്ചു: ദേവദേവ, അസുരനഗരമായ മഹേന്ദ്രപുരി അവിടുത്തെ തൃപ്പാദങ്ങൾ പതിക്കുന്നതിന് അർഹതയുള്ള ഭൂപ്രദേശമല്ല. അതിനാൽ അസുരനഗരത്തിന്റെ ഈ അതിർത്തിയിൽ അവിടുന്ന് കുടികൊണ്ട് അരുളിയാലും. ഇങ്ങനെ ദേവന്മാർ മുരുകദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ ദേവന്മാരുടെ അപേക്ഷ മുരുകദേവൻ അംഗീകരിക്കുന്നു. അവിടെ ആലയവും ദേവന്മാരും ഭൂതഗണങ്ങളും തങ്ങുന്നതിനുള്ള മാളികകളും പണിയുന്നതിനായി മുരുകദേവൻ ദേവശില്പിയോട് കൽപ്പിച്ചു. സകല സൗകര്യങ്ങളോടും കൂടിയ മണിമന്ദിരങ്ങളും മണ്ഡപങ്ങളും സർവേശ്വരനായ സ്കന്ദദേവനുള്ള സുവർണമായ ആലയവും ദേവശില്പി നിർമ്മിക്കുകയും അതിന് ഹേമകൂടം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. രഥത്തിൽ നിന്നിറങ്ങിയ സ്കന്ദദേവനും പരിവാരങ്ങളും ഹേമകൂടത്തിൽ യുദ്ധത്താവളം ഉറപ്പിച്ചു. സ്കന്ദദേവനും ദേവന്മാരും ഭൂതഗണങ്ങളും അസുരന്മാരെ വധിക്കുന്നതിനായി ഹേമകൂടത്തിൽ വന്നു ചേർന്നു എന്നുള്ള വാർത്ത നാരദ മഹർഷി വീരമഹേന്ദ്രപുരിയിലെത്തി അവിടെ ഉള്ള ശൂരപത്മാസുരനോടും കൂട്ടാളികളോടും പറയുന്നു. ശൂരപത്മാസുരന്റെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് മനസ്സിലോർത്ത ബ്രഹ്മർഷി അവന്റെ ദുർഭരണം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് മനസ്സിൽ ഓർക്കുകയും അവനെ ശപിക്കുകയും ചെയ്യുന്നു. നാരദരെ സംശയദൃഷ്ടിയോട് നോക്കിയ ശൂരപത്മാസുരൻ മഹർഷി ദേവന്മാരുടെ ചാരനാണോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ നാരദർ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അമരത്വത്തിൽ അഹങ്കരിച്ച് ലോകസുഖങ്ങളെല്ലാം തങ്ങൾക്കു മാത്രം ഉള്ളവ എന്നു കരുതി മറ്റുള്ളവരിൽ അസൂയാലുക്കളായ ദേവന്മാരെ മാനസികമായി വെറുക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ദേവന്മാരുടെ ചാരനല്ല, ഞാൻ ബ്രഹ്മചാരിയാണ്. അസുരകുല നന്മ കാംക്ഷിക്കുന്ന നാം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അസുരകുല സംഹാരത്തിന് പരമേശ്വരൻ ഒരു പുത്രന് ജന്മം നൽകിയിട്ടുണ്ട്. ദേവന്മാരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ കുമാരൻ നിന്റെ സഹോദരൻ താരകനെയും ക്രൗഞ്ചാസുരനെയും വധിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം തൃച്ചന്തൂരാലയത്തിൽ വസിച്ച കുമാരൻ ദേവന്മാരും ഭൂതഗണങ്ങളുമൊത്ത് അസുരനഗരം ആക്രമിച്ച് അസുരന്മാരെ വധിക്കുന്നതിന് ഈ നഗരത്തിന്റെ ഉത്തരഭാഗത്തിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നു. ഈ വിവരങ്ങൾ നിന്നെ ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇങ്ങനെ നാരദർ ശൂരപത്മാസുരനോട് പറയുകയും അവന്റെ വിശ്വാസം ആർജിക്കുകയും ചെയ്യുന്നു. ശത്രു തന്റെ നഗരത്തിന്റെ അതിർത്തിയിൽ സങ്കേതമുറപ്പിച്ചിരിക്കുന്ന വാർത്ത കേട്ട് ശൂരപത്മാസുരൻ അട്ടഹസിക്കുന്നു. ഇന്ദ്രലോകത്തെയും വിഷ്ണുലോകത്തെയും ബ്രഹ്മലോകത്തെയും പോലെ നമ്മുടെ നഗരം വെറും നിസാരമെന്ന് കരുതിയോ? 1008 അണ്ഡങ്ങളെ ഒരു കുടക്കീഴിൽ ഭരിക്കുന്ന അസുര ചക്രവർത്തിയാണ് ഞാൻ. നമ്മുടെ കൽപ്പന ധിക്കരിച്ച് കടൽ കടന്നെത്തിയിരിക്കുന്ന ആ ദേവബാലകനെയും അവന്റെ സൈന്യത്തെയും നിഗ്രഹിക്കുന്നതിന് നമ്മുടെ പുത്രൻ ഭാനുകോപനെ നാം നിയോഗിക്കുന്നു. ദേവസൈന്യം പേടിച്ചോടുന്നതും അസുര സൈന്യം വിജയികളായി മടങ്ങുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ശൂരപത്മാസുരൻ നാരദരോട് പറയുന്നു. താൻ ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാരദർ അവിടെ നിന്നും പിൻവാങ്ങി.
വരുണദേവനെ ഉടനടി തന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശൂരപത്മാസുരൻ ഭടന്മാർക്ക് കൽപ്പന നൽകുന്നു. അസുര രാജാവിന്റെ മുമ്പിലെത്തിയ വരുണദേവൻ അവനെ വന്ദിച്ചു നിൽക്കുകയാണ്. പാവം അസുരന്റെ അടിമയാണ് ഇപ്പോൾ വരുണൻ. വരുണ, ആ ശിവകുമാരനെയും കൂട്ടരെയും കടൽ കടന്നു വരുന്നതിന് എന്തിനാണ് നീ അനുവദിച്ചത്? ഇങ്ങനെ വരുണദേവനോട് ശൂരപത്മാസുരൻ ചോദിച്ചു. ശൂരപത്മാസുരന്റെ ക്രോധത്തോടു കൂടിയുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ പാവം വരുണദേവൻ വിറച്ചുപോയി. വിറച്ചുകൊണ്ട് വരുണദേവൻ മറുപടി പറഞ്ഞു. അല്ലയോ അസുര രാജാവേ, മഹാവിഷ്ണുവും ബ്രഹ്മദേവനും 1,09,000 വീരന്മാരും ശിവകുമാരനുമൊത്ത് ആകാശമാർഗത്തിൽ കൂടിയാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ യാത്ര മുടക്കുന്നതിന് എനിക്ക് സാധിച്ചില്ല. എന്നോട് ക്ഷമിച്ചാലും. സമുദ്രത്തിൽ ഇറങ്ങി യാത്ര ചെയ്ത ഭൂതഗണങ്ങളുടെ കാൽവണ്ണ വരെ പോലും എത്തുവാൻ എനിക്ക് സാധിച്ചതുമില്ല. അതുകൊണ്ട് ആ ഭീമാകായന്മാരെയും തടുത്തു നിർത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ തൊഴുകൈയോടുകൂടി വരുണദേവൻ ശൂരപത്മാസുരനോട് പറയുന്നു. ആ സമയത്ത് ശൂരപത്മാസുരന്റെ കൊട്ടാരത്തിലേക്ക് ചാരന്മാർ എത്തുന്നു. ചാരന്മാർ കുമാരദേവനും സൈന്യങ്ങളും വീരമഹേന്ദ്രപുരിയുടെ സമീപത്ത് താവളം അടിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ശൂരപത്മാസുരനെ അറിയിക്കുന്നു. അതോടുകൂടി നാരദര് പറഞ്ഞത് സത്യം തന്നെ എന്ന് ശൂരപത്മാസുരന് ബോധ്യപ്പെടുകയും ചെയ്തു. ചാരന്മാർ വന്നു പറഞ്ഞ വാർത്ത കേട്ട ഉടൻ തന്നെ ശൂരപത്മാസുരൻ തൻ്റെ പുത്രൻ ഭാനുകോപനോട് വരാൻ കൽപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ യുദ്ധത്തിന് തയ്യാറാകാനും എത്രയും പെട്ടെന്ന് പടനായകന്മാരോടുകൂടി മുരുകദേവനെ ആക്രമിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സമയത്ത് നാരദര് മുരുകദേവനെ ദർശിച്ച് ഭഗവാനെ വന്ദിച്ച് താൻ പോയ കാര്യം നിർവഹിച്ചു എന്നുള്ള വിവരം അറിയിച്ചു. എന്നിട്ട് ശൂരപത്മാസുരൻ തൻ്റെ പുത്രനായ ഭാനുകോപനെ യുദ്ധത്തിന് നിയോഗിക്കുന്നു എന്നുള്ള വിവരം കൂടി മുരുകദേവനോട് നാരദര് പറയുകയാണ്. നാരദന്റെ ഇപ്രകാരമുള്ള വചനങ്ങൾ കേട്ട സ്കന്ദദേവൻ പുഞ്ചിരിയോടുകൂടി വീരബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു. വീരബാഹു, നമ്മോട് യുദ്ധം ചെയ്യുന്നതിന് ശൂരപത്മാസുരൻ തൻ്റെ പുത്രനായ ഭാനുകോപനെ നിയോഗിച്ചിരിക്കുന്നു. ഉടൻ തന്നെ സേനകളോട് ഒത്തുചെന്ന് എത്രയും പെട്ടെന്ന് ഭാനുകോപനോട് യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തി മടങ്ങി വരണം. ഇങ്ങനെ മുരുകദേവൻ വീരബാഹുവിനോട് പറയുന്നു. അങ്ങനെ വീരബാഹു തൻ്റെ സേനകളോടൊത്ത് യുദ്ധത്തിനായി യാത്രയാവുകയും ആ സമയത്ത് 1,00,000 വീരന്മാരുമായി ഭാനുകോപനും യുദ്ധം ചെയ്യാനായി ഹേമകൂടത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ പിന്നീട് വീരബാഹുവും ഭാനുകോപനും തമ്മിൽ ഭീകരമായ യുദ്ധമാണ് നടന്നത്. യുദ്ധത്തിന്റെ ഒടുവിൽ ഭാനുകോപൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട ഭാനുകോപൻ ഇനി വീരബാഹുവിനോട് യുദ്ധം ചെയ്താൽ ജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ഭാനുകോപൻ മറ്റാരും കാണാതെ മായാരൂപിയായി അരൂപിയായി തൻ്റെ അരമനയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. അതായത് തോറ്റോടിപ്പോയി എന്ന് സാരം. പരാജയത്തിലുണ്ടായ അപമാനവും ദുഃഖവും ആ അസുര രാജകുമാരന്റെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവാണ് ഉണ്ടാക്കിയത്. വിജയവീരനായി മടങ്ങി വരുന്ന പുത്രനെ സ്വീകരിക്കുന്നതിന് കാത്തിരുന്ന ശൂരപത്മാസുരന് നിരാശയാണ് ഉണ്ടായത്. ചാരന്മാർ മുഖാന്തരം ഭാനുകോപൻ മടങ്ങിയെത്തിയ വാർത്ത പരാജിതനായി മടങ്ങിയെത്തി അരമനയ്ക്കുള്ളിൽ ആരും കാണാതെ കഴിച്ചു കൂട്ടുന്നു എന്നുള്ള വാർത്ത ശൂരപത്മാസുരൻ അറിയുന്നു.
ശൂരപത്മാസുരന് വലിയ നിരാശയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത്. ഭാനുകോപന് യുദ്ധത്തിൽ അനുഭവ സമ്പത്ത് കുറവായത് കൊണ്ടായിരിക്കാം പരാജയം സംഭവിച്ചത് എന്നു കരുതി അസുര രാജാവ് തന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു. സാരമില്ല, ഇനി താൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നതായിരിക്കും ഉത്തമം എന്ന് ശൂരപത്മൻ നിശ്ചയിക്കുന്നു. ഇപ്രകാരം ചിന്തിച്ച ശൂരപത്മാസുരൻ അടുത്ത ദിവസത്തെ യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് പലതും ആലോചിച്ച് ഉറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സ്കന്ദപുരാണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ആദ്യ ഭാഗം, ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാൻ വീരബാഹുവിനെ നിയോഗിക്കുന്നതും വീരബാഹു യുദ്ധം ചെയ്യുന്നതും ഭാനുകോപൻ തോറ്റോടുന്നതും വീരബാഹുവിനെ ഭഗവാൻ നിയോഗിക്കുന്നതും നാരദരെയുമെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ഇന്നത്തെ ഈ യുദ്ധരംഗം അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പടയാളിയായിട്ട് നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ച് ഭഗവാന്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.